സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഇഞ്ചിത്തൈര്. പലതരം വിഭവങ്ങൾ കൂട്ടി സദ്യ കഴിക്കുമ്പോൾ ദഹനത്തിന് വളരെ നല്ലതാണിത്. സദ്യയ്ക്കുള്ള തൊടുകറികൾ തയ്യാറാക്കുമ്പോൾ ഇലയിൽ നിന്നും ഒഴുകിപ്പോകാത്ത പരുവത്തിൽ വേണം തയ്യാറാക്കാൻ. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇഞ്ചിത്തൈര് തയ്യാറാക്കാനായിട്ട് അധികം മൂത്തു പോകാത്ത ഇഞ്ചിയാണ് നല്ലത്. ഇത് നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് മൂത്ത ഇഞ്ചിയിൽ നാരുകൾ കാണും. അത് നമുക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കാൻ കൊള്ളില്ല. ഇഞ്ചി നല്ല പൊടിയായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വട്ടത്തിലൊന്ന് അരിയാം. തൈരിലേക്ക് പച്ചമുളക് പൊടിയായിട്ട് വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകിൻ്റെ അരി കളയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഇടാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മുകളിൽ നിന്നും അരിയില്ലാത്ത മുളക് മാത്രം കോരിയെടുക്കാം. മുളകിൻ്റെ അരി മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് പൊടിയായി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി 3½ ടേബിൾ സ്പൂൺ ഇടാം. 1½ ടേബിൾ സ്പൂൺ പച്ചമുളക് ഇതിലേക്ക് ഇടാം. 3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞു. ഇതിനെ അടച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. 1/2 ലിറ്റർ പാല് തൈരാക്കിയതാണ് ഇത്. ഇഞ്ചിത്തൈരും പച്ചടിയും ഒക്കെ ഉണ്ടാക്കാൻ നല്ല കുറുകിയ തൈരാണ് വേണ്ടുന്നത്. ഇത് നല്ല കട്ട തൈരാണെങ്കിലും ഉടച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിൽ നിന്നും കുറേ തൈരെടുത്ത് നമുക്ക് ഇതിലെ വെള്ളം കുറച്ച് കളയാം. ഇതുപോലെ ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് തൈര് ഒരു 20 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. വെള്ളം വാർന്നു പൊയ്ക്കോളും. അരിപ്പയുടെ നെറ്റ് വലിപ്പം കൂടിയതാണെങ്കിൽ അരിപ്പയിലേക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതേപോലെ തൈര് അതിലേക്ക് ഒഴിച്ചാൽ മതി. ഇഞ്ചിത്തൈരും പച്ചടിയും ഒക്കെ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും തൈരിലെ വെള്ളം ഇതുപോലെ കളഞ്ഞാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഒരു 1/4 തൈരും അരിപ്പയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. തൈരിലെ വെള്ളം വാർന്നു പോകുന്നത് നമുക്ക് കാണാം. ഇതൊരു 20 മുതൽ 30 മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായി കഴിഞ്ഞു. ഇതിനി നമുക്ക് തൈര് ഇരുന്ന പാത്രത്തിലേക്ക് തന്നെ ഇടാം. അപ്പോൾ തൈരിൻ്റെ ഒരു കട്ടി കണ്ടില്ലേ? ഇത് നല്ല കുറുകിയ തൈരായി കഴിഞ്ഞു. ഇതിനി നമ്മൾ ഇലയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഒഴുകിപ്പോകില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഉടച്ചെടുത്ത തൈര് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇഞ്ചിയും മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായി കഴിഞ്ഞു. ഇതെടുത്ത് തൈരിലേക്ക് യോജിപ്പിക്കാം. ഇഞ്ചിത്തൈര് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് 2 മണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു ചുവ കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതേപോലെ ഇഞ്ചി പൊടിയായിട്ട് അരിയുകയാണെങ്കിൽ തൈരിൽ ഇത് കിടക്കുന്നത് അറിയുക പോലും ഇല്ല. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്. എങ്കിലും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പരുവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇലയുടെ ചോറ് വിളമ്പുന്ന ഭാഗത്താണ് ഒഴിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒഴിച്ചാൽ നന്നായിട്ട് കാണാൻ പറ്റില്ല. ഇഞ്ചിത്തൈരും പച്ചടിയും ഒക്കെ തയ്യാറാക്കുമ്പോൾ സദ്യയ്ക്കുള്ള മറ്റു വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ ടേസ്റ്റ് തൈരിലേക്ക് ഇറങ്ങില്ല.
ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പച്ചടിയും ഇഞ്ചിത്തൈരും ഒക്കെ തയ്യാറാക്കാൻ. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇഞ്ചി നുറുക്കിയതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇഞ്ചിത്തൈര് മാത്രം കൂട്ടി വേണമെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.